ഒരു ആവേശകരമായ സത്യപ്രതിജ്ഞയ്ക്കാണ് ഇവിടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പല VIP-കൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തേണ്ടതുണ്ട്. ആ തിരക്കുകൾക്കിടയിൽ ആ പ്രതികരണങ്ങൾ പോയോ എന്ന് എനിക്കറിയില്ല. നമ്മൾ എടുത്ത പ്രതികരണം ഒന്ന് രമേശിനത് അതേ സംസാരത്തിൽ പിന്നീട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ആവേശകരമായ സ്വീകരണമായിരുന്നു അദ്ദേഹത്തിന് ഇവിടെ ഉണ്ടായിരുന്നത്. ഏറെ നേരം ഇവിടെ ബ്ലോക്കായ ആ ദൃശ്യം കാണിക്കേണ്ടതുണ്ട്. ഒപ്പം ഒരു പരിഭവം പറച്ചിൽ 3 പേരുടെ ഭാഗത്ത് കാസർഗോഡിന് മന്ത്രിയില്ല എന്ന പരിഭവമല്ല, അത് യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നു എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു. പാറയ്ക്കൽ അബ്ദുള്ളയുടെ പ്രതികരണം കോഴിക്കോടിന് അർഹമായ പരിഗണന കിട്ടിയില്ല. അക്കാര്യത്തിൽ UDF നേതൃത്വം പാർട്ടി നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത്. പിന്നീടൊന്ന് ജനങ്ങൾ ചർച്ച ചെയ്തു, ഞാൻ മന്ത്രിയാകും, ഒരു പദവിയിലേക്ക് എത്തും എന്ന് G. സുധാകരൻ പറയുന്നു. അദ്ദേഹം പക്ഷേ ഞാനായി ഒരു പരാതി പറയുന്നില്ല എന്ന് കൂടി പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ സ്വാഭാവിക ചോയ്സായി വരും എന്നൊരു പ്രതീക്ഷ ഉണ്ട്. ഈ 3 പ്രതികരണങ്ങൾ വളരെ പ്രധാനമാണ് എന്ന് തോന്നുന്നു. ഇപ്പോൾ VIP മൂവ്മെന്റ് ഇവിടെ നടക്കുകയാണ്. വലിയ തിരക്കായിരുന്നു. ഇപ്പോൾ ചെറിയ ഇടവേള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നിയുക്ത മന്ത്രിമാർ ഇനിയും ഇവിടേക്ക് എത്തേണ്ടത്. നിയുക്ത മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ വഴിയിലൂടെയാണ് കടന്നു പോകേണ്ടത്. വലിയ തിരക്കാണ് ഇവിടെ കുറെ നേരമായി അനുഭവപ്പെടുന്നത്. അകത്തേക്ക് ആർക്കും VIP ഗേറ്റ് വഴി കയറാൻ കഴിയുന്ന സാഹചര്യമില്ല. സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി എത്തുന്ന നിയുക്ത മന്ത്രിമാർ അടക്കം വളരെ പ്രധാനപ്പെട്ട VIP-കളെ മാത്രമാണ് ഇപ്പോൾ കയറ്റി വിടുന്നത്. വലിയ തിരക്ക്, ജനസാഗരം എന്ന അക്ഷരാർത്ഥത്തിൽ പറയാൻ. നിങ്ങളൊക്കെ എവിടുന്നാ? പാലക്കാട് മൂവാറ്റുപുഴയെന്നാണ്. ഞങ്ങളുടെ മാച്ചുക്കുള്ളിലാറിന് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാത്തതിൽ ഞങ്ങൾക്ക് വളരെയധികം ദുഃഖമുണ്ട്. ആ ദുഃഖങ്ങളെല്ലാം തീർക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം 3 മണിക്ക് തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നതാണ്. ഞങ്ങളുടെ മുഖ്യമന്ത്രിയോട് ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ്. നിയമസഭയിൽ ഏറ്റവും കൂടിയ തെളിഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കാത്തതിൽ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട് ധരിക്കുന്നു. കാസർഗോഡ് കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് തൃക്കരിപ്പൂരും മുതുമ ഉൾപ്പെടെയുള്ള CPM-ന്റെ ശക്തമായ കോട്ടകൾ ഞങ്ങൾ പിടിച്ചടക്കിയിട്ടുണ്ട്. ഞങ്ങളൊരു മന്ത്രിസ്ഥാനം അർഹിക്കുന്നു, ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അത് പറ്റിയിട്ടില്ല. പ്രതിഷേധമൊന്നുമില്ല. ഏതായാലും കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത് വടക്കേടത്തുള്ള പിന്നോക്ക ജില്ലയാണ്. ആ വികസനത്തിൽ ഏറെ പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണ്. ആ പിന്നോക്കം നിൽക്കുന്ന ജില്ലയെ മുന്നിൽ കൊണ്ടുവരുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രി വേണമെന്നായിരുന്നു നിങ്ങളുടെ MP-യുടെയും അല്പമുള്ള ഞങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹവും അങ്ങനെയാണ് പറഞ്ഞത്. RSP-കാരനാണ്. പക്ഷേ നമ്മുടെ കൊല്ലത്തുനിന്ന് ആ മഹേഷ് എന്ന ജനകീയ നേതാവും കൂടെ ഒന്ന് മന്ത്രിസ്ഥാനത്തേക്ക് വന്നില്ലെങ്കിൽ കൊല്ലം ജില്ല വളരെ സന്തോഷവാനാണ്. CR മഹേഷിന് മന്ത്രിസ്ഥാനം കൊടുക്കാത്തതിൽ RSP-യുടെ ചേട്ടന്റെ പ്രതിഷേധം, ചെറിയൊരു പ്രതിഷേധം. അതൊരു അർഹിച്ച അംഗീകാരം ആകണമായിരുന്നല്ലേ? അതിലേക്കുള്ള അംഗീകാരം കിട്ടിയിട്ടില്ല. ഓക്കെ. പാലക്കാടിന് അഭിമാനം. പാലക്കാട് തുളസി ടീച്ചർക്ക് മന്ത്രിസ്ഥാനം കിട്ടിയതിൽ അഭിമാനം.